Hello students, welcome to the class of capacitors. So നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ സെക്കൻഡ് ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ നമ്മൾ ബേസിക്കലി കപ്പാസിറ്റർ എന്താണെന്ന് കണ്ടു. കപ്പാസിറ്റർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു പാരാമീറ്റർ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണെന്ന് നമ്മൾ കണ്ടു. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് നമ്മൾ ആ ഒരു പ്ലേറ്റിലേക്ക് കൊടുക്കുമ്പോൾ എന്തുമാത്രം എമൗണ്ട് ചാർജ് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു പാരാമീറ്റർ ആണ് Q by V കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് നമ്മൾ കണ്ടു. ഒരു കപ്പാസിറ്റർ നമ്മൾ വൺസ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 5 വോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 100 മൈക്രോകൂളം പോലത്തെ ചാർജ് ചെയ്യുമെങ്കിൽ നമ്മൾ 10 വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 200 മൈക്രോകൂളം അതിൽ ചാർജ് ചെയ്യും. ഇതേ ഉള്ളൂ തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണല്ലോ? സോ നിങ്ങൾ വീണ്ടും വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ ചാർജ് ചെയ്യാൻ പോകുന്ന ചാർജിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അതൊരു പരിധി വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഏത് ഡൈലക്ട്രിക് മീഡിയം ആണ്, ഏത് ഇൻസുലേറ്റിംഗ് മീഡിയം ആണ് വെച്ചിരിക്കുന്നത്, അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഉണ്ടായിരിക്കാം ഈ ചാർജുകളെ രണ്ട് പ്ലേറ്റുകളിലായിട്ട്. അതിനപ്പുറം വന്നു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ ബ്രേക്ക് ഡൗൺ ആയി പോകും. അതിന് നമ്മൾ ഡൈലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കൊണ്ട് കൂടിയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ അതിലേക്കൊക്കെ നമുക്ക് എത്താം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിഫറെന്റ് സ്ട്രക്ചറുകൾ ഉണ്ട് കപ്പാസിറ്ററുകൾക്ക്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ഉണ്ട്, സ്പെറിക്കൽ കപ്പാസിറ്റർ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കപ്പാസിറ്ററുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് അത് ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചർ എങ്ങനെയാണോ അത് വെച്ചിട്ടാണ് അതിന് നെയിമിങ് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അപ്പം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് കാണിച്ച ഒരു ഫിഗറിൽ നമ്മൾ കണ്ടത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. രണ്ട് പാരലൽ പ്ലേറ്റുകൾ വെക്കുന്നു, അതിന്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം വെക്കുന്നു. അതിനെ നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് വിളിക്കും. സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ആണെങ്കിൽ നമ്മൾ പറയുന്ന രണ്ട് പ്ലേറ്റുകൾ, ഒന്നാമത്തെ ഔട്ടർ സർഫസിലുള്ള ഒരു സിലിണ്ടർ ആയിരിക്കും. അതിൽ നമ്മൾ ഒരു പോസിറ്റീവ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻസൈഡിൽ മറ്റൊരു സിലിണ്ടർ കാണും. അതിൽ നമ്മൾ നെഗറ്റീവ് ചാർജ് ബാറ്ററി വെച്ചിട്ട് കൊടുക്കും. പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഒരു ഓൾ ടുഗദർ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും ഈ ഒരു കപ്പാസിറ്റർ വരുന്നത്. അത് മാറി ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിനെ സ്പെറിക്കൽ കപ്പാസിറ്റർ എന്ന് വിളിക്കാം. നമുക്കൊരു സിലബസ് അനുസരിച്ച് നമുക്ക് അതിന്റെ ഒരു ഫണ്ടമെന്റൽ ഒരു ബേസിക് സ്ട്രക്ചർ മാത്രം നമുക്ക് കണ്ടാൽ മതി. അതുകൊണ്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയിരിക്കും. അതുകൊണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് മാത്രമായിട്ട് ഒരു കപ്പാസിറ്റൻസിന്റെ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് വരാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഈ രണ്ടാമത്തെ സെഷനിൽ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് നമ്മുടെ സ്ലൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ടോപ്പിക് വരുന്നത് പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ ആൻഡ് ഇറ്റ്സ് കപ്പാസിറ്റൻസ്. ക്ലിയർ ആണല്ലോ? ആ ഹെഡിങ്ങിന്റെ പേര് കൃത്യമായിട്ട് നോക്കിയേ, പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ. അപ്പൊ ഓർത്തോണം, അതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഇവിടെ നോക്കിയേ, രണ്ട് പാരലൽ പ്ലേറ്റുകൾ വെച്ചു, മെറ്റാലിക് പ്ലേറ്റുകൾ രണ്ടെണ്ണം പാരലൽ വെച്ചു. എയർ കപ്പാസിറ്റർ ആണ്. അപ്പൊ ഓർത്തോണം, ഇതിന്റെ ഇടയിൽ ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത് എയർ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഫ്രീ സ്പേസ് തൽക്കാലം കൺസിഡർ ചെയ്യാൻ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പെർമിറ്റിവിറ്റി ഞാൻ ഇവിടെ കൊടുക്കുന്നത് ε0 എന്നുള്ളതായിരിക്കും. ഞാൻ ഇവിടെ ഒരു കോമൺ ആയിട്ടാണ് ഇപ്പൊ എപ്സിലോൺ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ എയർ ആയതുകൊണ്ട് എനിക്ക് അതിന് ε0, അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആയതുകൊണ്ട് എനിക്ക് അതിന് ε0 എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾ ഓർത്തോണം, ദാറ്റ് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതാണ് ഞാൻ ഇവിടെ ε0 എന്ന് കൊടുക്കുന്നത്. അപ്പൊ ε0 പെർമിറ്റിവിറ്റി ഉള്ള ഫ്രീ സ്പേസ് വെച്ചിട്ട് ഞാൻ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ പോർഷൻ നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഓർക്കുക, രണ്ട് പാരലൽ പ്ലേറ്റ് ഇടയിൽ എയർ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നു. അതാണ് പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ എന്ന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് കപ്പാസിറ്റൻസ്. എന്നിട്ട് നമ്മൾ അതിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ എടുത്ത് ഇങ്ങോട്ടേക്ക് കൊടുത്ത് ഇവിടെ മൊത്തം പോസിറ്റീവ് ചാർജുകൾ വന്നു. നെഗറ്റീവ് ടെർമിനൽ എടുത്ത് ഇങ്ങോട്ടേക്ക് കൊടുത്ത് ഇവിടെ മൊത്തം നെഗറ്റീവ് ചാർജുകളും വന്നു. ക്ലിയർ ആണല്ലോ? ഇനി ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു സിമ്പിൾ വെച്ചിട്ടായിരിക്കും. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുകളെ നമ്മൾ ഇനി മുതൽ ഡിനോട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു സിമ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് അത് ബാറ്ററിയുടെ ടെർമിനലുമായിട്ട് ഒരു കോറിലേഷൻ വരുന്ന രീതിയിൽ ഫീൽ ചെയ്യാം. ബാറ്ററിക്ക് നമ്മൾ ഓർക്കുക, ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ടെർമിനലും ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ടെർമിനലും നമുക്കുണ്ടായിരിക്കാം. ലെങ്തി ആയിട്ടുള്ള ടെർമിനൽ നമ്മൾ നോർമലി പോസിറ്റീവ് ടെർമിനലായിട്ടും ഷോർട്ട് ടെർമിനൽ നമ്മൾ നോർമലി നെഗറ്റീവ് ടെർമിനലായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കപ്പാസിറ്ററുകളുടെ ആ രണ്ട് ടെർമിനൽസിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അവിടെ നമ്മൾ അത് ഡിനോട്ട് ചെയ്യുന്നത് രണ്ട് മെറ്റാലിക് പ്ലേറ്റുകളെയാണ്. അതുകൊണ്ട് കപ്പാസിറ്ററിനെ നമുക്ക് ഇനി മുതൽ ഇത്തരത്തിലുള്ള ഒരു സിമ്പൽ കൊണ്ട് മാത്രം അതിനെ റെപ്രസെന്റേഷൻ നടത്താം. അപ്പൊ നമുക്ക് വേണ്ടത്, നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ക്ലിയർ ആണല്ലോ? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് നോർമലി അറിയാം, ഏതൊരു കപ്പാസിറ്ററിനെ സംബന്ധിച്ചും ബൈ ഡെഫിനിഷൻ കപ്പാസിറ്റൻസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? കപ്പാസിറ്റൻസ് C is equal to Q by V എന്നാണ് വിളിക്കുന്നത്.
എന്താണ്, ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം ചാർജ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യും എന്നുള്ളത് നോക്കിയിട്ട് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന പാരാമീറ്ററിനെ ബൈ ഡെഫിനിഷൻ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് മാറുമ്പം അതിന് എന്തൊക്കെ പാരാമീറ്ററുകൾ ഇവത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ലൈഡിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുമ്പം ഞാൻ ഒരു ഇക്വേഷൻ ഇവിടെ എടുക്കുകയാണ്. ഇവിടെ രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പല ഫിഗറുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ വരുവാണെങ്കിൽ രണ്ട് പ്ലേറ്റ് ഇവിടെ ഒരു പോസിറ്റീവ് ടെർമിനൽ വന്നു, ഇവിടെ ഒരു നെഗറ്റീവ് ടെർമിനൽ വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അറിയാം പോസിറ്റീവ് ടു നെഗറ്റീവ് ഇതിന്റെ ഇടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് വരും. പോസിറ്റീവ് ടു ടെർമിനൽ നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പോർഷൻ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് രണ്ട് മെറ്റാലിക് പ്ലേറ്റിന്റെ ഇടയിൽ എങ്ങനെയാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് എന്നുള്ളത് ഇതിനു മുമ്പ് ഞാൻ ഡൈപോൾസിന്റെ ടോർക്കിന്റെ പോർഷൻ പറഞ്ഞപ്പോൾ വളരെ കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഡൈപോൾസിന്റെ ടോർക്ക് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ, അതായത് ചാപ്റ്റർ നമ്പർ 1 പോയിട്ട് ഗോസ് തിയറത്തിന് തൊട്ട് മുമ്പുള്ള ലെക്ചറുകൾ ഒന്നുകൂടി കണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഇനി ഒരിക്കൽ കൂടി ആ ഒരു പോർഷനിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, രണ്ട് പോസിറ്റീവ് പ്ലേറ്റുകളും ഒരു പോസിറ്റീവ് പ്ലേറ്റും ഒരു നെഗറ്റീവ് പ്ലേറ്റും ഉണ്ടെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഈ റീജിയനിലെ ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എത്രയാണെന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ. ഇത് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഒരു സിംഗിൾ പ്ലേറ്റ് ആണെങ്കിൽ അതിന്റെ രണ്ട് സൈഡിലുമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ 2 എപ്സിലോൺ സീറോ ആണെന്നുള്ളത് നമ്മൾ ഗോസ് തിയറം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മെറ്റാലിക് പ്ലേറ്റ് അല്ല, രണ്ട് മെറ്റാലിക് പ്ലേറ്റ് ഉണ്ട്. ഒരു പോസിറ്റീവ് മെറ്റാലിക് പ്ലേറ്റും ഒരു നെഗറ്റീവ് മെറ്റാലിക് പ്ലേറ്റും ഉണ്ട്. അതിന്റെ ഇൻ ബിറ്റ്വീൻ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഞാൻ ഇവിടെ സിഗ്മ ബൈ എപ്സിലോൺ സീറോ അല്ല, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. 2 സിഗ്മ ബൈ 2 എപ്സിലോൺ സീറോ. അവിടെ 2 ഉം 2 ഉം ക്യാൻസൽ ആയിട്ടാണ് സിഗ്മ ബൈ എപ്സിലോൺ സീറോ എന്നുള്ളത് കിട്ടുന്നത്. അത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ അത് ചെയ്തെടുത്തോളുക. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൾ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സംശയം ഞാൻ നിങ്ങളോട് തീർത്തു തന്നോളാം. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ പറയുന്നു, ഒരു പോസിറ്റീവ് പ്ലേറ്റും ഒരു നെഗറ്റീവ് പ്ലേറ്റും ആണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ യൂണിഫോം ആയിട്ട് ചാർജ് ചെയ്തിട്ടുള്ളത് കൊണ്ട് രണ്ടിടത്തും ഈക്വൽ എമൗണ്ട് ഓഫ് ചാർജ് ആയതുകൊണ്ട് ഇതിന്റെ ഇടയിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് ഉണ്ടായിരിക്കും. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡെറിവേഷനിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇ ഈസ് ഈക്വൽ ടു സിഗ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിഗ്മ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. സിഗ്മ ഈസ് ഈക്വൽ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി. നമ്മൾ ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ബൈ ഏരിയ ആണ്. ടോട്ടൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് നമ്മൾ സിഗ്മ എന്ന് വിളിക്കുന്നത്. ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ സിഗ്മ എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ലൈൻ ചാർജ് ഡെൻസിറ്റി ആയിരുന്നെങ്കിൽ നമ്മൾ ലാംഡ എന്ന് പറയും. സർഫസ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ സിഗ്മ എന്ന് പറയും. വോളിയം ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ നമ്മൾ റോ എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുമായിരുന്നു. അതെല്ലാം നമ്മൾ ഗോസ് തിയറം പഠിക്കുന്ന സമയത്ത് പറയുന്നതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ എന്റെ റെഫറൻസ് ആയിട്ട് പറയുന്നത് ഗോസ് തിയറത്തിന്റെ ആപ്ലിക്കേഷനുകൾ നമ്മൾ പ്രൂവ് ചെയ്തപ്പോഴായിരുന്നു ഞാൻ ഈ ടേമുകളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രീവിയസ് ലെക്ചർ പോയി കാണുക. അപ്പൊ നമുക്കറിയാം സിഗ്മ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എ ആണ്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ എന്നായിരുന്നു. ആ സിഗ്മയ്ക്ക് പകരം ക്യൂ ബൈ എ എന്നുള്ളത് കൊടുത്തു. ക്യൂ ബൈ എ. അപ്പൊ നോക്കിയേ, സിഗ്മയ്ക്ക് പകരം ക്യൂ ബൈ എ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ക്യൂ ബൈ എ അവിടെ വന്നു. ബൈ എപ്സിലോൺ സീറോ ഡിനോമിനേറ്റർ കിടപ്പുണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ എ എന്നുള്ളത് വന്നു. അടുത്ത നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ വന്നായിരുന്നു. ഏതായിരുന്നു? റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുള്ളത് നമുക്ക് കിട്ടിയത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സ് എന്നായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞു ഡി വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ, ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതായിരുന്നു. അതിനെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഞാൻ വി ബൈ ആർ അല്ലെങ്കിൽ വി ബൈ ഡി എന്നുള്ള ഒരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ അവിടെ എത്തിയായിരുന്നു. സോ നിങ്ങൾക്ക് അറിവുള്ള ഇക്വേഷൻ ആണ് ഇത്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള അതേ ഇക്വേഷൻ തന്നെയാണ്. സോ ഞാൻ ഒരിക്കൽ കൂടി അതിനെ ഇങ്ങോട്ട് റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്നുള്ള ഇക്വേഷൻ നമുക്കുണ്ട്, അല്ലെങ്കിൽ വി ബൈ ആർ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഞാൻ ഇവിടെ ഡിസ്റ്റൻസിന് പകരം ഡി എന്ന് തന്നെ എടുത്തേ ഉള്ളൂ. സോ ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ആ ഡി യെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇ ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു വി എന്ന് കിട്ടും. നോക്കിയേ, വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്നുള്ളത് കിട്ടും.
ശരിയാണല്ലോ. അങ്ങനെയാണ് മുകളിൽ നോക്കി നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. ശരിയാണല്ലോ. അതെടുത്തിട്ട് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നോക്കി ഇത് കണ്ടോ, പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു ഇക്ക് പകരം നമ്മൾ മേളത്തെ പാരാമീറ്റർ കൊടുത്തു Q/ε0A, Q/ε0A കൊടുത്തു, ഇൻറ്റു ഡിയും കൊടുത്തു. സോ നമുക്ക് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു QD/ε0A എന്നുള്ളത് കിട്ടി. ഇപ്പൊ നമ്മൾ ഓർക്കും നമുക്ക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ കിട്ടി. നമ്മൾ ബേസിക്കലി എങ്ങോട്ടേക്കാണ് വരുന്നത്? നമ്മൾ വരുന്നത് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. അങ്ങനെയാണ് നമുക്കറിയാം കപ്പാസിറ്റൻസിന്റെ ബേസിക് ഫോർമുല ബൈ ഡെഫിനിഷൻ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ C ഈസ് ഈക്വൽ ടു Q/V എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കിയേ, Q/Vക്ക് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച പാരാമീറ്റർ കൊടുക്കുന്നു. ഈ പാരാമീറ്റർ QD/ε0 എന്നുള്ളത് നമുക്ക് Vക്ക് പകരം കൊടുക്കുന്നു. അപ്പൊ നോക്കിയേ, Q/Vക്ക് പകരം Q/Vയുടെ അവിടെ QD/ε0A എന്നുള്ളത് കൊടുക്കുന്നു. ഈ സാധനം ഇങ്ങോട്ട് എടുത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനി നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടുത്തെ ന്യൂമറേറ്ററിലെ Qവും ഇവിടുത്തെ ഡിനോമിനേറ്ററിലെ Qവും തമ്മിൽ ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് 1/D/ε0 എന്ന് വരും. ദാറ്റ് മീൻസ് ε0A/D എന്നുള്ളത് വരും. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ. ഏത് കപ്പാസിറ്ററിന്റെയാ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ε0A/D ഫാരഡ് എന്നുള്ളത് കിട്ടി. സോ നമ്മൾക്ക് Q/V എന്നുള്ള അതേ ഇക്വേഷൻ തന്നെയാണ്. അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് അതിന്റെ നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന്റെ ഏരിയയിലും അവര് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെയും ഒക്കെ ഉള്ള ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ C ഈസ് ഈക്വൽ ടു ε0A/D എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ വന്നു. ക്ലിയർ ആണല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ക്യാപിറ്റൽ F വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. C ഈസ് ഈക്വൽ ടു Q/V എന്നുള്ള ഇക്വേഷൻ, Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്, അതിനെ നമ്മൾ കൂളം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ കൂളം ബൈ വോൾട്ട് എന്നുള്ള യൂണിറ്റ് ആണ്. സോ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് കൂളം ബൈ വോൾട്ട് ആണ്. ആ കൂളം ബൈ വോൾട്ടിനെ നമ്മൾ ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റേഷൻ നടത്തുന്നത് ഫാരഡ് എന്നാണ്. ഇതാണ് ഫാരഡ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മേ ബി ക്യാപിറ്റൽ F വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു നിർത്തിയാൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ C ഈസ് ഈക്വൽ ടു Q/V എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ഇക്വേഷനിലേക്ക് വന്നു, ε0A/D എന്നുള്ള ഒരു ഇക്വേഷനിലേക്ക് വന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്ന പാരാമീറ്ററുകൾ ഏതൊക്കെയാണ്? ഏരിയ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഡിയും ഡിപ്പെൻഡ് ചെയ്യും. എന്താണ് ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏരിയ എന്ന് ചോദിച്ചാൽ മെറ്റൽ പ്ലേറ്റിന്റെ ഏരിയയ്ക്കും അവിടെ ഒരു ഡിപ്പെൻഡൻസി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മെറ്റൽ പ്ലേറ്റുകൾ എത്ര ഡിസ്റ്റൻസ് അകലെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതിനകത്തും ഒരു ഡിപ്പെൻഡൻസി വരുന്നുണ്ട്. എങ്ങനെ ഡിപ്പെൻഡൻസി വരുന്നത് നോക്കിയേ, ഏരിയയുമായിട്ട് കപ്പാസിറ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഏരിയ വന്നിരിക്കുന്ന ന്യൂമറേറ്ററിലാണ്. അപ്പൊ ഓർത്തോണം, ഒരു കപ്പാസിറ്റർ നിങ്ങൾ ഉണ്ടാക്കുമ്പം അതിന്റെ പ്ലേറ്റിന്റെ ഏരിയ കൂട്ടും തോറും അതിൽ ചാർജ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ചാർജിന്റെ എമൗണ്ട് കൂടും. ദാറ്റ് മീൻസ് അതിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കൂടും. അതുപോലെ തന്നെ ഡിയുമായിട്ട് വരുന്നത് ഇൻവേഴ്സ്ലി കണക്റ്റഡ് ആണ്. അതായത് ഡിയുടെ വാല്യൂ കൂടുന്തോറും, അതായത് രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൽ ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കുറയത്തേ ഉള്ളൂ. അതായത് ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഒരു കപ്പാസിറ്റൻസിന്റെ വാല്യൂ നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കുറച്ച് വേണം കപ്പാസിറ്റർ ഉണ്ടാക്കാൻ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതാണ് ഈ രണ്ട് പോയിന്റ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പോർഷനിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കുമ്പോൾ ആ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേറ്റുകളുടെ ഏരിയ കൂടുതലായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ആ പ്ലേറ്റുകളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിരിക്കണം. ഏറ്റവും ഷോർട്ട് ആക്കി നിങ്ങൾക്ക് എന്തുമാത്രം രണ്ടും കൂടെ മുട്ടിച്ചു വെക്കാൻ പറ്റത്തില്ല. മുട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്ലേറ്റിൽ നിന്നുമുള്ള പോസിറ്റീവും നെഗറ്റീവ് ചാർജും തമ്മിൽ ന്യൂട്രലൈസ് ചെയ്ത് പോകും. അത് പറ്റത്തില്ല. സോ രണ്ടും കൂടെ ചേർത്ത് വെക്കാതെ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ഡിസ്റ്റൻസിൽ എങ്ങനെ നിർത്താവോ അതായിരിക്കും അതിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കൂടുതൽ എന്ന് പറയുന്നത്. ശരിയാണല്ലോ. അതുകൊണ്ട് കപ്പാസിറ്റൻസിന്റെ വാല്യൂവിനെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ എത്ര ചാർജ് അതിൽ സ്റ്റോർ ചെയ്യും എന്നുള്ളതാണ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ പറയുന്നത്. C ഈസ് ഈക്വൽ ടു Q/V. അപ്പൊ നമുക്ക് നല്ല കപ്പാസിറ്റർ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, നല്ലപോലെ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കൂടുതലായിരിക്കണം. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസിന്റെ വാല്യൂ കുറവാണെങ്കിലും മതി. പക്ഷെ നമുക്ക് ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ കപ്പാസിറ്റൻസ് കൂട്ടണം എന്നുള്ള റിക്വയർമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പാസിറ്റർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം? ലാർജ് ഏരിയയിലുള്ളത് കൺസ്ട്രക്ട് ചെയ്യണം. ഏരിയ കൂടിയാൽ കപ്പാസിറ്റൻസ് കൂടും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കുറഞ്ഞാലാണ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ കൂടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക.
ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയുകയാണ്, നമുക്ക് ഒരു പരിധിയിൽ കൂടുതലൊന്നും ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന്റെ ഏരിയ കൂട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഏരിയ ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു ഇലക്ട്രിക് എക്യുപ്മെന്റ്സിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ആ ഏരിയ കൂട്ടുന്നതിനും ഡിസ്റ്റൻസ് കുറയ്ക്കുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലേക്ക് കയറ്റുക. ഞാൻ അതിന്റെ കണ്ടിന്യൂവേഷൻ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ലെക്ചറിൽ പറഞ്ഞോളാം.